Mar Gregorius Memorial Educational Institutions. 30 years of academic excellence. MGM Group of Institutions. Here, learning goes beyond books. നമ്മുടെ മക്കൾ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെക്കാൾ നമ്മുടെ മക്കൾ ഉയരത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഓരോ പാരൻസും. ആ ഒരു നിമിഷം കണിയാപുരം MGMൽ ഇന്ന് പരിമല തിരുമേനിയുടെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഓരോ ഈശ്വരന്റെ മുന്നിൽ, അല്ലാഹു ആവാം, ക്രിസ്തു ആവാം, കൃഷ്ണനാവാം, ആരുടെ മുന്നിലും നമ്മൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച് നിറഞ്ഞ ഹൃദയത്തോടും മനസ്സോടും കൂടി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നതാണ്. എല്ലാ ബുദ്ധിയും ശക്തിയും അവർക്ക് നൽകി ഈ പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു മഹാസംഭവത്തിന് അവരെ ഒരുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ക്ലാസ്സുകളിൽ പഠിച്ചു വന്നവർക്ക് നിങ്ങൾക്ക് എന്താണ് ഭക്ഷണം മാറിത്തന്ന അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ ആന്റിമാരുണ്ട്. ഇവരെല്ലാം ഒന്ന് കാണുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്. അത് ഇവിടെ നിന്ന് പോയി തിരിച്ചു വരുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. മനസ്സ് നിറഞ്ഞ് നിങ്ങൾ അവരുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്ത് തന്നെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനാണ് ഇന്ന് 12 വർഷം കഴിയുമ്പോൾ ഈ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും. പേരൻസും ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു പ്രത്യേകതര ബോണ്ട് ഈ ഒരു സമയം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഉയർച്ചയിൽ ഒരു ലേശം പോലും അസൂയയോ ഒന്നും തോന്നാത്ത 2 കൂട്ടരാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് നിങ്ങളുടെ മാതാപിതാക്കളും പിന്നെ അധ്യാപകരും. വായിക്കുന്നതിനുപരി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല മക്കളായിട്ട് സമൂഹത്തിൽ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാതൃകയാണ്. Hold your parents in your heart always. With their blessings, you can achieve anything. Matra Devo Bhava, Pitra Devo Bhava. ഒരു ചതിക്കുഴിയിലും പെടാതിരിക്കുക. നോ എന്ന് പറയുന്നിടത്ത് നോ എന്ന് തന്നെ ബോൾഡായിട്ട് പറയാൻ പറ്റും. കുറേ ആയിട്ടുള്ള ഞങ്ങളുടെ KG ക്ലാസ്, എൻ്റെ കാത്തു, സഞ്ജു, ദയ, അമ്ന, ഇവരെല്ലാവരും എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാണ്. എൻ്റെ പഴയകാലം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ എൻ്റെ പഴയകാലമാണ് ഓർമ്മ വരുന്നത്. കലാലയം പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സംഭവമാണ്. നിങ്ങളുടെ ഈ കടന്നു പോകുന്ന നിമിഷങ്ങൾ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളായിരിക്കും. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്കുകൾ വാങ്ങുക. പക്ഷെ ഒരു 5 വർഷം കഴിയുമ്പോൾ പിന്നെ ആ ഫ്രണ്ട്സ് എവിടെയാണ്, അവരുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ തിരക്കാറില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഇടയിൽ ചിലർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു കൈത്താങ്ങായി നിങ്ങൾ 31 പേരും ഉണ്ടാവണം. നിങ്ങളുടെ അധ്യാപകരുമായിട്ടുള്ള ബോണ്ട് നിങ്ങൾ കാണരുത്. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ മകനുണ്ടാകുന്നത്. പക്ഷേ കാലം തെളിയിച്ചു അതെല്ലാം നാട്ടുകാരുണ്ടാക്കിയ എതിർപ്പുകളാണ്. ഫ്രണ്ട്ഷിപ്പ് എല്ലാം അവസാനിക്കാൻ പോകുന്നതിൻ്റെ വിഷമം പറയാൻ പറ്റില്ല. പിന്നെ ടീച്ചർമാരെ എല്ലാവരും നല്ല മിസ് ചെയ്യും. അവർ
അവരെ പ്രത്യേകിച്ച് ജീവിതമായിട്ട് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. എൻ്റെ ഓരോ വഴക്ക് പറഞ്ഞ് ഞാൻ വിചാരിക്കും മാമിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും എന്നെ വഴക്ക് പറയുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുപോലെ എനിക്ക് വഴക്ക് പറയാൻ ആരും കാണത്തില്ല. ഞാൻ പലപ്പോഴും ആ ക്ലാസ് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് നോക്കും. എൻ്റെ കൂടെ പഠിച്ച എത്ര പേർക്ക് എൻ്റെ കൂടെ ഉണ്ട്, പിന്നെ ആ ടീച്ചേഴ്സിനെയൊക്കെ പറ്റി ഞാൻ ഇപ്പോഴും ഓർക്കും. ഇതെൻ്റെ പാരൻസിനെ വന്നിട്ടില്ല, പക്ഷേ ജുമാരുടെ ഉമ്മ എൻ്റെ ഉമ്മമാരോട് വന്നപ്പോഴത്തേക്കും ശരിക്കും ഇറ്റ് വാസ് റിയലി ആൻ ഇമോഷണൽ മൂമെൻറ്റ്. താങ്ക് യു. പിന്നെ മാം പറഞ്ഞ പോലെ പാരൻസ് വഴക്ക് പറയാൻ പഠിക്കുന്നത് എൻ്റെ അച്ഛൻ ഇന്നേവരെ അടിച്ചിട്ടില്ല. എന്നെ പഠിക്കാനൊക്കെ വഴക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് സോഫ്റ്റായിട്ട് പറയുന്നത് ടീച്ചേഴ്സിനോട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു തുടങ്ങുന്നത്. ഗീത മാമൊക്കെ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പറ്റുന്ന പോലെ ചെയ്താൽ മതി, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കരുത്, നീ പറ്റുന്ന പോലെ ചെയ്താൽ മതി. അത്യന്തം ഹൃദയസ്പർശിയായ ഒരു നിമിഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. മക്കൾ ദൈവം നൽകുന്ന ദാനങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുകയും ഈ ഭൂമിയിൽ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ദൈവം ഈ ഭൂമിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായി തീരുകയും ചെയ്യുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ ഗുണപാഠങ്ങളും പകർന്നു കൊടുത്ത പ്രിയ അധ്യാപകർ ഉറപ്പ് നൽകുന്ന പ്രതിജ്ഞയാണിത്. നിങ്ങൾ പകർന്നു നൽകിയ സ്നേഹവാത്സല്യങ്ങൾ ജീവിതത്തിൽ അച്ഛൻ്റെ കരുതലും എനിക്കെന്നും കൂട്ടാൻ